നമസ്കാരം. പ്രൈറ്റ് ബ്ലോഗ്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം നമ്മുടെ ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ഫീൽഡിനെ പറ്റിയാണ്. ഇസ്രായേൽ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കുറേ പേര് പോകുന്നുണ്ട്, പോകാൻ കുറേ പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് സർവീസ് ചാർജ് 4 ലക്ഷം 5 ലക്ഷം ഒക്കെ കൊടുത്ത് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഞാൻ പറയാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്ര എമൗണ്ട് കൊടുക്കാതെ നമുക്കൊരു 1 ലക്ഷം രൂപയിൽ താഴെ കൊടുത്തിട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് അവിടെ ചെന്ന് പറ്റിയവരുണ്ട്. അപ്പം അത് എങ്ങനെ നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വിസ വന്ന് എങ്ങനെ പോകാൻ പറ്റും എന്നൊരു വീഡിയോ ആണ്. അപ്പം ഇത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി താല്പര്യമുള്ളവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പം അതിനകത്ത് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് ഉള്ളവർ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും കിട്ടണമെന്നില്ല, ചാൻസ് ഉണ്ട്. നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ 1 ലക്ഷം രൂപ താഴെ എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട്, സർവീസ് ചാർജ് കുറവാണ്. അപ്പോൾ എത്രയോ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് വലിയ എമൗണ്ട് ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റുമോ, എനിക്ക് അവിടെ ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ, എല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടട്ടെ കേട്ടോ. അപ്പം എങ്ങനെ പോകാൻ പറ്റും എന്നാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും പോകാൻ പറ്റും എന്നല്ല, ട്രൈ ചെയ്യുക. നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലവർക്കെങ്കിലും പോകാൻ പറ്റി അവർക്ക് ഉപകാരപ്പെടും. എന്നാലും ഇത്രയും എമൗണ്ട് ഒന്നും കൊടുക്കാതെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സാലറി ഉണ്ട് അവിടെ. പാക്കേജ് നിങ്ങൾക്കറിയാം, കൺസ്ട്രക്ഷൻ ഫീൽഡിലെ പാക്കേജ് നല്ലൊരു സാലറി ഉണ്ട്. അവിടെ വർക്ക് ചെയ്യുന്ന അഗ്രികൾച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അത്യാവശ്യം നല്ല പാക്കേജിലാണ് ചെയ്യുന്നത്. ആ സാലറി പറഞ്ഞ സാലറി തന്നെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും എമൗണ്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ കടമില്ലാതെ നമുക്ക് പോയിട്ട് അത്യാവശ്യം 5 വർഷം നമുക്ക് സമ്പാദിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പോകാൻ പറ്റും എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. G2G ബൈലാറ്ററൽ എഗ്രിമെന്റ് ആണ് ചെയ്തേക്കുന്നത്. അത് നമ്മുടെ ഗവൺമെന്റും ഇസ്രായേൽ ഗവൺമെന്റും തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്. അതുവഴിയാണ് നമുക്ക് പോകാൻ പറ്റുന്നത്. അപ്പം അത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് വർക്കായി തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം അത് ചെയ്യുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് NSDC എന്ന് പറയുന്ന ഒരു ആപ്പ് ഇതാണ്, ഓൺലൈൻ സർവീസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു ഓഫീസാണ്. ആ ഓഫീസ് വഴിയാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഓൺലൈനിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് NSDC എന്ന് പറയുന്ന സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇത് ഇവിടെ ഇല്ല, നമുക്ക് UP ഗവൺമെന്റിന്റെ അണ്ടറിലാണ് ആൾക്കാർ പോയേക്കുന്നത്. അവർ ഇവിടെ നമ്മുടെ കേരളത്തിലെ ആൾക്കാർ UP ഗവൺമെന്റിന്റെ അണ്ടർ വഴിയാണ് പോയേക്കുന്നത്. ഇവിടെ വെച്ചുള്ള ഇന്റർവ്യൂ അതെല്ലാം UP നമ്മൾ ആ പറയുന്ന സ്ഥലത്ത് ചെല്ലേണ്ട വരും. അവിടെ വെച്ചാണ് ഇന്റർവ്യൂ വരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അവർ വിളിക്കും, നമ്മുടെ UP ഗവൺമെന്റ് അവിടെ വിളിക്കും. സ്കിൽ ടെസ്റ്റ് ഉണ്ട്. അത് ഒരു 4 കാറ്റഗറി ഉള്ളവരെയാണ് ഇപ്പോൾ എടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്ററിങ്, ടൈൽ വർക്കർ, അയൺ ബെൻഡിങ്, അതുപോലെ സെൻട്രിക് കാർപ്പൻറ്റർ. അപ്പോൾ ഇത്രയും പേരെയാണ്. അപ്പം ഇത്രയും ആൾക്കാരെ എന്ന് പറഞ്ഞാൽ ഇത്രയും ജോലി പരിചയമുള്ളവർ, എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് വേണ്ടത്. സ്കിൽഡ് അവർ ടെസ്റ്റ് ഉണ്ട്, സ്കിൽഡ് ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോഴാണ് നമ്മുടെ ഇസ്രായേലിൽ നിന്ന് ഗവൺമെന്റിൽ നിന്ന് ആൾക്കാർ വന്ന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരെയും ടെസ്റ്റിൽ പാസ്സായി. അത് കഴിഞ്ഞാണ് നമുക്ക് ഇതടിക്കേണ്ടത്. PCC ആൾറെഡി എടുത്ത് വെച്ചേക്കണം കേട്ടോ. അവിടെ പോകുന്നതിന് മുമ്പേ PCC എടുത്ത് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേന് PCC എടുത്ത് വെക്കണം. അവർ വിളിക്കുന്ന സമയത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് PCC ആൾറെഡി കൈ കാണണം. അത് കഴിഞ്ഞ് വിസ വരുന്ന സമയത്ത് തന്നെ നമുക്ക് മെഡിക്കൽ എടുക്കേണ്ടി വരും. മെഡിക്കൽ എടുത്തു കഴിഞ്ഞ് നമുക്ക് വിസ വന്നു കഴിഞ്ഞ് പോകാൻ പറ്റും. നമുക്ക് അതിൻ്റെ ചാർജ് വരുന്നത് ഏകദേശം 1 ലക്ഷം രൂപ താഴെയാണ്. എന്ന് പറഞ്ഞാൽ ടിക്കറ്റ് ചാർജും പ്ലസ് ചെറിയൊരു സർവീസ് ചാർജും അത്രേ വരുന്നുള്ളൂ. 1 ലക്ഷം രൂപ താഴെ വരുന്ന പോകാൻ. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ NSDC എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ, UP ഗവൺമെന്റിന്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ വിഭാഗത്തിലുള്ള ആൾക്കാർ ഈ പണി അറിയാവുന്നവരായിരിക്കണം. എന്നാലേ ഈ ജോലിക്ക് നമുക്ക് പോകാൻ പറ്റൂ. അവിടെ ഇത് ചുമ്മാ അപ്ലൈ ചെയ്തിട്ട് അവിടെ ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് പാസ്സാകാതെ പോകാൻ പറ്റില്ല. ഫസ്റ്റ് കാര്യം. അപ്പം
അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കോള് വരും. കോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് അവരുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കണം. അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വരും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും. അത് പാസ്സായി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുത്ത പ്രൊസീജിയർ കടന്ന് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം നമ്മൾ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആൾക്കാർക്ക് എന്തായാലും ഉപകാരപ്പെടട്ടെ. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകാൻ താല്പര്യമുള്ളവർ, ഈ ജോലി അറിയാവുന്നവർ ഇതിനും വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. കിട്ടിക്കഴിഞ്ഞാലൊക്കെ അല്ലേ ഇത്രയും എമൗണ്ടല്ലേ വരുന്നത്. അപ്പം ഇതുപോലുള്ള നല്ല നല്ല പ്രയോജനപ്പെടുന്ന വീഡിയോസുമായി ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ടിൽ ദെൻ ബൈ.